പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഏപ്രിൽ 3-ാം തീയതി വ്യാഴാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ശാസ്ത്രിക്കണം. അച്ഛൻ എന്താ ഈ പ്രാർത്ഥന ആവർത്തിക്കണം ചോദിക്കരുത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന ഇങ്ങനെ കർത്താവ് എനിക്ക് അഭിഷേകമായി തന്നിരിക്കുകയാണ്. ഞാൻ ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇത്രയും കാര്യം ഞാൻ പ്രാർത്ഥിച്ചാൽ മതി. എന്താ കാര്യം എന്നറിയാമോ? അതിനൊരു ബൈബിൾ ഒരു സ്പിരിച്വൽ ഹിസ്റ്ററി ഉണ്ട്. എന്താണ്? കർത്താവ് ഇതിന് ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. 39 കൊല്ലം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കൃപാസാൽത്താറ് നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കുന്നു. ഇന്ന് മനസ്സ് കുഴങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്. ഈശോയെ, എന്ത് തീരുമാനം എടുക്കണം, അങ്ങോട്ട് പോകണോ പോകണ്ടേ,
സംസാരിക്കണോ വേണ്ടേ, കൊടുക്കണോ, ആ സ്ഥലമായാലും ശരി വഴിയായാലും ശരി കൊടുക്കണോ വേണ്ടേ, ഇങ്ങനെ ഒരു കൺഫ്യൂഷനുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവ് പരിശുദ്ധാത്മാവ് കൺഫ്യൂഷൻ ഇല്ലാത്ത ആത്മാവല്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ ഇറങ്ങി വരുമ്പോൾ വ്യക്തത ഉണ്ടാകും വിഷയത്തെക്കുറിച്ച്. കർത്താവായിരുന്നെങ്കിൽ ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ നിനക്ക് എടുക്കാനുള്ള കൃത്യ ഉത്തരം കിട്ടും. കർത്താവെ, അതുപോലെ തെളിമയുള്ള ഉത്തരങ്ങൾ കിട്ടാൻ അങ്ങയുടെ മക്കളെ ഞാൻ ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദുരൂഹമായ സാഹചര്യങ്ങൾ, സന്നിഗ്ധമായിട്ടുള്ള സംസാരങ്ങൾ, ഇടപാടുകൾ, അവിടെയെല്ലാം ഒരു തീരുമാനം എടുക്കാൻ, ഒരു നിലപാടെടുക്കാൻ, ഒരു സംസാരിക്കാൻ കർത്താവ് നിനക്ക് തെളിമയുടെ ആത്മാവിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്കിനി ഭാരപ്പെടുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നിൻ്റെ മക്കളെ പഠിപ്പിക്കണം, ഉന്നത വിദ്യാഭ്യാസം വേണം, അതിനുള്ള തീരുമാനം എടുക്കേണ്ട സമയമാണ്. ഗ്രൂപ്പിനെക്കുറിച്ച് സംശയമുണ്ടാകും. കുഞ്ഞുങ്ങളെ ഏത് ഗ്രൂപ്പ് എടുപ്പിക്കണം, എക്കണോമിക്സ് വേണോ, സയൻസ് വേണോ, മാത്സ് വേണോ എന്നൊക്കെ ചിന്തിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം മക്കൾ കർത്താവെ, ഇപ്പോഴും ഞാൻ ഈ പ്രഭാതത്തിൽ ആ മാതാപിതാക്കന്മാരെ ഇപ്പോഴും അവരുടെ ശിരസ്സിൽ നിൻ്റെ കൈ വെക്കണം പ്രാർത്ഥിക്കുന്നു. കൃപാസനം നടന്ന 10,000 ആരാശക്തിയാൽ അവർക്ക് ബോധോദയം ഉണ്ടാകാനും അവരെടുക്കുന്ന തീരുമാനം തെറ്റാതിരിക്കാനും അവർക്ക് അതിൻ്റെ ആത്മവിശ്വാസത്തോടുകൂടി ഇത് കറക്റ്റ് തീരുമാനമാണ് എന്ന് പറഞ്ഞ് അവർക്ക് ദൈവത്തിൻ്റെ കൃപയിലൊരു തീരുമാനം എടുക്കാൻ, മക്കളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും അവരുടെ പഠനത്തെക്കുറിച്ചും കൃത്യമായ തീരുമാനമെടുക്കാൻ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശ രോഗികളുണ്ട് ഈശോയെ, അവരെ നീ സുഖപ്പെടുന്നതിനെ കാണിക്കുന്നുണ്ട്. കർത്താവ് ശ്വാസകോശ രോഗി, കർത്താവ് രക്തത്തിന് കളർ മാറിയിട്ട് ഓറഞ്ചിൻ്റെ നീര് പോലെ ആയിപ്പോണ രക്തത്തെ, ആ രോഗമുള്ളവരെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നുണ്ട്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും അസ്ഥിക്കുഴലിലും അസ്ഥിഞരമ്പുകളിലും ശരീരകോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ വരുമാന മാർഗങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ കടകമ്പോളങ്ങൾ, വ്യാപാര വ്യവസായങ്ങൾ, ഏജൻസികൾ, നിനക്ക് എവിടുന്നാണ് പണം ലഭിക്കുന്നത്, അതിൻ്റെ തടസ്സമായി നിൽക്കുന്നത്, ആ തടസ്സങ്ങൾ ഈ നിമിഷം ഞാൻ അർപ്പിച്ചിട്ടുള്ള 10,000 കുർബാൻ്റെ ശക്തിയാൽ ഞാൻ ബന്ധിക്കുന്നു. ദൈവവേദലെ നീ സ്വതന്ത്രനാവുക. നിൻ്റെ കാര്യങ്ങൾ നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഉറക്കവും ക്ഷീണവും കൊണ്ടുകൊണ്ട് നിൻ്റെ മനസ്സ് ഭാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിന്നെ തളിക്കപ്പെടുകയും നിന്നെ കർത്താവ് വീണ്ടെടുക്കുകയും നിനക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ കർത്താവ് നയിച്ചു കൊണ്ടുപോവുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ ഇപ്പോൾ പുറപ്പെട്ട് രാത്രി തിരിച്ച് നിന്റെ വീട്ടിലെത്തുന്നവരെ ചെയ്യേണ്ട എല്ലാ ഉദ്യമങ്ങളിലും, ജോലികളിലും, ജോലിഭാരങ്ങളിലും, തീരുമാനങ്ങളിലും, യാത്രകളിലും, ഉപയോഗിക്കുന്ന വാഹനങ്ങളിലും, നടക്കുന്ന എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ശക്തി നിൻ്റെ ഹൃദയത്തെ സ്പരിക്കട്ടെ, നിൻ്റെ ശരീരത്തെ സ്പർശിക്കട്ടെ. നിൻ്റെ കർത്താവിൻ്റെ ശക്തി ഉച്ചമുള്ളംകാലം വരെ നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവലംബങ്ങളുടെ അവസ്ഥാന്തരങ്ങൾ എന്നല്ലേ ഈ രസകരമായ വാക്ക് ഈ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് നമ്മുടെ ജോഷുവയുടെ പുസ്തകമാണ് 5:11 വായിച്ചേ. പിറ്റേ ദിവസം അവർ ആ ദേശത്തെ വിളവിൽ നിന്ന് ഉണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പവും വറുത്ത ഗോതമ്പും ഭക്ഷിച്ചു. പിറ്റേന്ന് മുതൽ മന്ന വർഷിക്കാതായി. ഇസ്രായേൽ ജനത്തിന് പിന്നീട് മന്ന ലഭിച്ചില്ല. അവർ ആ വർഷം മുതൽ കാനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി. അവര് കാനാൻ ദേശത്ത് ഗിൽഗാലിലെത്തി. ഇസ്രായേൽ ജനം അവിടുത്തെ ഭൂമിയിലൊക്കെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ ഭൂമിയുടെ ഉൽപ്പന്നങ്ങളിലുമൊക്കെ ഫലങ്ങളിലും ഫലമൂലാദികളിലുമൊക്കെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ ടക്ക് എന്ന് സ്വിച്ചിട്ടതുപോലെ മന്ന നിന്നുപോയി. അത് സ്വാഭാവികമായ കാര്യമാണ്, നല്ല കാര്യമാണ്. ഇറ്റ്സ് ഓക്കെ. അവർ അവരെടുത്ത് അധ്വാനിച്ച് കഴിയട്ടെ, നല്ല കാര്യമല്ലേ. പക്ഷേ
കർത്താവിന് 2 തരം അനുഗ്രഹങ്ങളുണ്ടേ. അധ്വാനിച്ച് ജീവിക്കുന്നത് കർത്താവ് ആദ്യമേ തന്നെ നെറ്റിലെ വേർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാൻ മനുഷ്യനെ ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ നെറ്റിലെ വേർപ്പ് കൊണ്ട്, നമ്മുടെ അധ്വാനം കൊണ്ട് തന്നെ ജീവിതത്തിലെ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിറവേറുമോ? ഐ ഡോണ്ട് തിങ്ക് സോ. നല്ല ചെറിയ പറയല്ലേ, എൻ്റെ ഇപ്പോൾ ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ, എൻ്റെ അച്ഛ ചിലപ്പോൾ അമ്മമാർ മക്കളെയും കൊണ്ടുവരും. എൻ്റെ അച്ഛാ ഞാനും കൂടി രാത്രി മുഴുവൻ അവൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചതാണ്. കുഞ്ഞ് പഠിക്കണുണ്ട് അച്ഛാ, പക്ഷെ പരീക്ഷയ്ക്ക് മാർക്കില്ല. ഇതല്ലേ സംഭവം. അത് കുഞ്ഞിന് മാത്രമല്ലല്ലോ ആ പ്രശ്നം. നമ്മൾ അധ്വാനിക്കുന്നു അല്ലേ? ജെറമിയ 12:13 എടുത്തേ, 12-13 വാക്യം. അവർ ധാന്യം വിതച്ചു, മുള്ളു കൊയ്തു, കഠിനാധ്വാനം ചെയ്തു, ഫലമൊന്നും ഉണ്ടായില്ല. അപ്പം അത് ഇങ്ങനെ സംഭവിക്കാം. ഇപ്പം ആ കൊച്ചൻ കുഴി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛോ ഞാനും കുഞ്ഞും കൂടി 4 മണി വെളുപ്പിനെ വന്നിരുന്ന് പഠിച്ചതാണ്. ആ മടിയനായിട്ടും പഠിക്കാതിരുന്നില്ല, പഠിച്ചാ പക്ഷെ പരീക്ഷയിൽ മാർക്കില്ല അവനെന്ന് പറയും. അപ്പോൾ ഇതാണ് അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് അവരൊത്തിരി അധ്വാനിക്കും, പലതരത്തിലും ഉള്ള ജോലികൾ ചെയ്യും. പക്ഷേ ജോലി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവർ ഈ വിഷയങ്ങൾക്കെല്ലാം. ഇപ്പം എപ്പോഴും നമ്മൾ ചെയ്യുക, നമ്മൾക്ക് എന്തും ചെയ്യാം, ദൈവം അതിൽ കക്ഷിയാണോ എന്ന് നോക്കണം. ആചാര അനുഷ്ഠാന പ്രകാരമുള്ളത്, ഇപ്പം നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്, അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ധ്യാനഗുരു പ്രസംഗിച്ചത് എന്താണെന്നറിയാമോ? യൂറോപ്പിന് വിശ്വാസം പോയെന്ന് ആരാധികളോട് പറഞ്ഞത്. അവിടെ ആധ്യാത്മിക ജീവിതത്തിലും അനുദിനമുള്ള ജീവിതത്തിലും സത്യസന്ധമായ സുവിശേഷ മൂല്യങ്ങളുണ്ട്. സത്യം, നീതി, സാഹോദര്യം, അതെല്ലാം ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ കറക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിലെ ആചാരാനുഷ്ഠാനങ്ങൾ ഭയങ്കര കൂടുതലാണ്, പക്ഷേ ജീവിതത്തിൽ സത്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അധ്വാനിക്കുമ്പോൾ പക്ഷേ നമ്മൾ ദൈവം കൂടി അതിൻ്റെ അകത്ത് കക്ഷിയായിരിക്കണം. അല്ലെങ്കിൽ ഇത് പറയും, അവർ കഠിനാധ്വാനം ചെയ്തു പക്ഷെ മുള്ളു കൊയ്തെന്ന് പറയത്തില്ലേ. എന്നുവെച്ചാൽ ദൈവം കക്ഷിയാണത് പ്രാർത്ഥിക്കണതിൻ്റെ പള്ളിയിൽ പോണതും പ്രാർത്ഥിക്കണം മാത്രമല്ല, നമ്മുടെ നിലപാട്, ചതി, വഞ്ചന, പാരവെപ്പ്, സൂചിവെപ്പ്, മറ്റുള്ളവരെ മത്സരിച്ച് ഒറ്റപ്പെടുത്തുക, ദൈവത്തിന് നിരക്കാത്ത ജീവിതം ഉണ്ടാകുകയും പിന്നെ നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളുടെ ജീവനത്തിന് ദൈവത്തിന് ചേർത്ത് നടത്താന്ന് വെച്ചാൽ ദൈവം ചേരത്തില്ല. അപ്പം ദൈവത്തെ കൂട്ടി വെക്കുക എന്ന് വെച്ചാൽ അതൊരു ജീവിത രീതിയാണ്, സുവിശേഷവിഹിതമായ. അങ്ങനെ വരുമ്പോൾ അധ്വാനങ്ങൾ ഇരട്ടി ഫലം ഉണ്ടാക്കും. അധ്വാനങ്ങൾ ഇപ്പം സങ്കീർത്തനം 4:7 എടുത്ത്, ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാത്തിനേക്കാളുള്ള ആനന്ദം നമ്മൾ നിക്ഷേപിക്കാൻ ദൈവത്തിന് കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ദൈവത്തെ അവലംബിക്കുമ്പോൾ സുവിശേഷ വിഹിതമായ ഒരു ജീവിത സമീപനം ആവശ്യമായി വരണത്. അങ്ങനെ നമ്മുടെ സുവിശേഷ ജീവിതത്തിൽ നമ്മൾ വളരെ ഈ ഫിയർസ് ഓഫ് പർട്ടിക്കുലർ വളരെ പ്രാധാന്യത്തോടെയാണ് സുവിശേഷ ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിൻ്റെ ജീവിത വിഷയത്തിൽ ദൈവം കക്ഷിയായിരിക്കും. എന്നാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.